യോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. സോ നമ്മളിവിടെ ലാസ്റ്റ് ഡേയിൽ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു 8 AM CRൻ്റെ NQ8AM CRൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ്. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, ഹയർ ടൈം ഫ്രെയിം ബയാസ് ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ബയാസ് നോക്കുന്ന സമയത്ത് നമ്മളൊരു അപ് ട്രെൻഡിലാണ്. ഓക്കെ, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും പ്രൈസ് ഇവിടെ ഒരു അപ് ട്രെൻഡിലാണ് എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ട്രെൻഡിൽ നിന്ന് ഇവിടെ നമുക്ക് അപ് ട്രെൻഡിലേക്ക് മാറിയിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു ബൈസ് ലിക്വിഡിറ്റി കാണാൻ പറ്റും. അതുപോലെ ഇവിടെ നമുക്കൊരു FVG ഉണ്ട്. സോ ഈ FVG ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ FVG ആണ്. ഓക്കെ, സോ നമുക്ക് പ്രൈസ് ആ ഒരു ഏരിയയിലേക്ക് മൂവ് ചെയ്യും എന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്കൊരു ബുള്ളിഷ് ബയാസ് ആയിരുന്നു ഉണ്ടായത്. ഓക്കെ, സോ നമ്മുടെ ബുള്ളിഷ് കീ ലെവൽസ് എന്ത് ചെയ്യണം, മാർക്ക് ചെയ്യണം. സോ ഇവിടെ നമുക്ക് ഓൾറെഡി കാണാൻ കഴിയും പ്രൈസ് ഒരു ബുള്ളിഷ് കീ ലെവൽ റെസ്പെക്റ്റ് ചെയ്തിട്ടാണ് പ്രൈസ് എന്ത് ചെയ്യുന്നത്, മേലോട്ടേക്ക് മൂവ് ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു ഫോർവേഡ് ഇൻവേർഷൻ FVG ഉണ്ടായിരുന്നു. ആ ഒരു ഇൻവേർഷൻ FVG എന്നാണ് എന്ത് ചെയ്യുന്നത് പ്രൈസ് ഇപ്പോൾ കറൻ്റ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കാം അടുത്ത ഒരു ടൈം ഫ്രെയിം. ഓക്കെ, സോ ഹവർലി ടൈം ഫ്രെയിം. ഓക്കെ, സോ ഈ ഹവർലി ടൈം ഫ്രെയിമിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ 8 AM ഓപ്പണിങ് അല്ലെങ്കിൽ 8 AM ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്ന ഒരു സമയത്ത് നമ്മുടെ 2 കീ ലെവൽ ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു ബുള്ളിഷ് ഇൻവേർഷൻ FVG. ഓക്കെ, ആൻഡ് ഇവിടെ നമുക്ക് ഒരു ബുള്ളിഷ് FVG ഉണ്ടായിരുന്നു. ഇത് ഓൾറെഡി ഈ ഒരു ക്യാൻഡിൽ ടെസ്റ്റഡ് ആണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സമയത്ത് 8 AM ലോ എടുത്തിട്ട് വീണ്ടും ഈ ഒരു ടെസ്റ്റ് ചെയ്ത കീ ലെവലുടെ തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, മൾട്ടിപ്പിൾ ടൈം ഒരു സോൺ എന്ത് ചെയ്യാം, കൺസിഡർ ചെയ്യാം 8 AM CRൻ്റെ സമയത്ത്. ഓക്കെ, ഇവിടെ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് റീപ്ലേ ചെയ്ത് നോക്കാം ഈ ഒരു 8 AM CR എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ആക്ച്വലി നമുക്കൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റിയാണ് ഫസ്റ്റ് വന്നിട്ടുണ്ടായത്. ഓക്കെ, സോ പേഴ്സണലി ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടില്ല. കാരണം 9:30 ഓപ്പണിങ്ങിൻ്റെ മുന്നേ പ്രൈസ് ഒരു സെറ്റപ്പ് ഫോം ചെയ്യാന്നുണ്ടെങ്കിൽ പൊതുവേ ഞാൻ എടുക്കാറില്ല. ഓക്കെ, 9:30 ഓപ്പണിങ്ങിൻ്റെ ശേഷമാണ് ഞാൻ ട്രേഡ് എടുക്കാറുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് ഞാൻ ആ ട്രേഡ് എടുത്തിട്ടുണ്ടായില്ല. ലെറ്റ്സ് സീ, നമുക്ക് ആ ഒരു ട്രേഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ 9:30 ഓപ്പൺ എന്ന് പറയുമ്പോൾ ഇവിടെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈന് മാർക്ക് ചെയ്യാം. ഓക്കെ, 9:30 ഓപ്പൺ ഇവിടെയാണ് വരിക. ഓക്കെ, ഇതിൻ്റെ ശേഷം ഇതാണ് ട്രേഡ് ചെയ്യാറുള്ളത്. ലെറ്റ്സ് സീ, നമുക്ക് ആ ട്രേഡ് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം. ഇവിടെ നമുക്ക് 9:30 മുന്നേ തന്നെ പ്രൈസ് എന്ത് ചെയ്തു, 8 AM ഹൈ പ്രൈസ് എന്ത് ചെയ്തു. ഇവിടെ നമുക്ക് 9 o'clock ഓപ്പണിങ് നമുക്ക് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ 8 AM ലോവും ഹൈ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് എന്ത് ചെയ്തു, ഹൈ സ്വീപ്പ് ചെയ്തു. പിന്നെ നമുക്കിവിടെ ഒരു കീ ലെവലായിട്ട് ഇത് പ്രീവിയസ് ഡേ ഹൈ ആണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്കിതൊരു കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യാം. ഇത് 8 AM ഹൈ ആണ്. ഓക്കെ, സോ ഈ ഒരു FVG ഇവിടെ കാണാം, പ്രൈസ് എന്ത് ചെയ്തു, FVG ഇൻവേഴ്സ് ആയി. സോ നിങ്ങൾക്ക് ഇവിടുന്ന് 8 AM ലോ വരെ ട്രേഡ് നോക്കായിരുന്നു. ലൈക്ക് ടോട്ടലി ഫൈൻ. ഈ ഒരു ട്രേഡ് നോക്കുന്നതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാൻ പേഴ്സണലി ആ ഒരു 9:30 ഓപ്പണിങ്ങിൻ്റെ ശേഷം എടുക്കാറുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, 8 AM ലോ വരെ എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഈസി 2 hour ട്രേഡാണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമുക്ക് ക്ലിയർ സെറ്റപ്പ് ഉണ്ട്. ഓക്കെ, ആൻഡ് ക്ലിയർ റിവാർഡുണ്ട്. സോ അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പായിരുന്നു. ലെറ്റ്സ് സീ, പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു സോൺ റെസ്പെക്റ്റ് ചെയ്ത് നമ്മൾ ട്രേഡ് ആക്റ്റീവായി. നമ്മൾ എന്ത് ചെയ്തു, ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു ടാർഗറ്റ് ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എക്സാക്ട്ലി ആ ഒരു 9:30 ഓപ്പണിങ്ങിൽ പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ ആ ഒരു FVGയിലേക്ക് എന്ത് ചെയ്തു, തിരിച്ചു വന്നു. 1 hour FVGയിലേക്ക് തിരിച്ചു വന്നു. ശേഷം ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, അടുത്തൊരു സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു എൻട്രി കിട്ടിയിട്ടില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത്
നമ്മൾ കാണാൻ പറ്റും ഇവിടുത്തെ ആ ഒരു ലാസ്റ്റ് മൂവ്മെൻറ്റ്. ഓക്കെ, ലാസ്റ്റ് സെൽ ടു ബൈ. നമുക്കൊരു ഓർഡർ ബ്ലോക്ക് മാത്രമേ ഇവിടെ ഫോം ആയിട്ടുള്ളൂ. പക്ഷേ നമുക്ക് ഒരു ഇൻവേർഷൻ FEG കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് ആ ഒരു ട്രേഡും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ പ്രൈസ് ഇവിടെ താഴോട്ടേക്ക് മൂവ്മെൻറ്റ് വന്നു. ഓക്കെ, ശേഷം ഇവിടുന്ന് ഷാർപ്പായിട്ട് മേലോട്ടേക്ക് മൂവ് ചെയ്യേണ്ടായത്. ഇവിടെ നമുക്ക് FEG ഇൻവേർഷൻ ഉണ്ടായിട്ടില്ല. നമ്മുടെ ലാസ്റ്റ് സെൽ ക്യാൻഡിലിന് മേലെ ജസ്റ്റ് ക്ലോസ് ചെയ്തു. സോ ഇത് നമുക്കൊരു OB ആയിരുന്നു. ഓക്കെ, OB ആണെങ്കിൽ പ്രൈസ് റീടെസ്റ്റും ചെയ്തിട്ടില്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ ഒരു എൻട്രിയോടെ എടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി പേഴ്സണലി എനിക്കുണ്ടായിട്ടില്ല. ഇപ്പോൾ നമ്മൾ അടുത്തൊരു ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് പ്രകാരം അടുത്ത ക്യാൻഡിൽ അഗ്രസീവായിട്ട് എൻട്രി എടുക്കുക എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് എൻട്രി കിട്ടിക്കാണും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്തില്ല, എൻട്രി ഇല്ല. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തൊരു ക്ലിയർ ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് അടുത്തൊരു കീ ലെവൽ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി, ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, ഇത് ഒരു 4 hour ടൈം ഫ്രെയിമിലെ ലിക്വിഡിറ്റി ആയിരുന്നു. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി ATM ഹൈ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കീ ലെവൽ വരികയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് നോക്കാം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആ ഒരു ട്രേഡ് പ്ലാൻ ചെയ്ത്. ഓക്കെ, ലെറ്റ്സ് സീ ആ ഒരു ലിക്വിഡിറ്റി എന്ത് ചെയ്യണം, ബേസ് സ്വീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആ ഒരു സെയിം ടൈമിൽ നമുക്ക് കാണാൻ പറ്റും ഹവർലി ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു 9 AM ക്യാൻഡിൽ അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കാണാൻ പറ്റും ഇത് 9 AM ക്യാൻഡിലാണ്. ഓക്കെ, ഇത് ഫോം ചെയ്തത് ഒരു CRT ക്യാൻഡിലായിട്ടാണ്. ഓക്കെ, ഒരു തിക്ക് ബോഡി, ഓക്കെ, ലോ വിക്കായിട്ടുള്ള ഒരു CRT ക്യാൻഡിലായിട്ടാണ് അത് ഫോം ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇത് നമ്മളെ കീ ലെവലുമാണ്. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്തു, CRTൻ്റെ ഹൈ 9 AM ക്യാൻഡിൽ ഹൈ എടുത്തു. ശേഷം എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ ആ ഒരു കീ ലെവൽ ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഷോർട്ട് പ്ലാൻ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ അവിടെ എങ്ങനെയാണ് പ്രൈസ് ലോ ടൈം ഫ്രെയിം റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിനുവേണ്ടി നമ്മൾ ലോ ടൈം ഫ്രെയിം ചാർട്ട് എടുക്കാം. ഓക്കെ, ആൻഡ് ലെറ്റ്സ് സീ പ്രൈസ് ആ ഒരു കീ ലെവൽ ഇപ്പോൾ നമ്മൾ 9 AMൻ്റെ ഹൈ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ ടേക്ക് ചെയ്തു. ഇനി നമുക്ക് ഒരു കീ ലെവലായിട്ടുള്ള ഈ ഒരു ഏരിയ എന്ത് ചെയ്യണം, പ്രൈസ് ടാപ്പ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ആ ഒരു കീ ലെവൽ ടാപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കീ ലെവൽ ടാപ്പ് ചെയ്യാതെ പ്രൈസ് എന്ത് കൺഫർമേഷൻ തന്നു കഴിഞ്ഞാലും അത് നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ കാണാൻ കഴിയും പ്രൈസ് ഇവിടെ നമുക്ക് എന്ത് കിട്ടി, ഒരു ഇൻവേർഷനൊക്കെ ഇവിടെ തന്നു. പ്രൈസ് എന്ത് ചെയ്തു, താഴോട്ടേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രൈസ് തിരിച്ചു വന്ന സമയത്ത് എന്ത് ചെയ്തു, ആ ഒരു ലിക്വിഡിറ്റി ഒക്കെ ടൈക്ക് ചെയ്തു നേരെ കീ ലെവലിലേക്കാണ് വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കീ ലെവൽ എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, കീ ലെവൽസിൽ ഒന്ന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം ട്രേഡ് എടുക്കുക. ഓക്കെ, സോ ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, നമ്മളെ കീ ലെവൽ ടാപ്പ് ചെയ്തു. അപ്പോൾ കീ ലെവൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് ലാസ്റ്റ് FEG ഇതായിരുന്നു. ഓക്കെ, സോ ഈ FEG എന്ത് ചെയ്യണം, ഇൻവേഴ്സ് ആവണം. സോ നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ഷോർട്ട് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, ഇതായിരുന്നു പ്ലാൻ. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് ആ ഒരു FEG താഴോട്ടേക്ക് ഇൻവേഴ്സായി. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട്. ഓക്കെ, ആൻഡ് സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യാം, നമുക്ക് മേലെ കീപ്പ് ചെയ്യാം. ആൻഡ് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ലോവർ എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഫൈനൽ ടാർഗറ്റിലുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഡിമാൻഡ് ഇവിടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാത്തത് ഈ ഒരു ഡിമാൻഡ് മാത്രമാണ് ഹവർലിയിൽ. ഓക്കെ, ഇവിടെ ഒരു ഹവർലി ഇൻവേർഷൻ ഉണ്ട്, അത് പ്രൈസ് ടാപ്പ് ചെയ്തിട്ടില്ല. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫൈനൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ആ ഒരു പോയിൻ്റ്
കൺസിഡർ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ. പ്രൈസ് കാണാൻ പറ്റും. അവിടെ എന്ത് ചെയ്തു, സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് താഴോട്ട് കാണാൻ പറ്റും. ആ ഒരു ഇൻവേർഷൻ കിട്ടിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് എൻ്റർ ചെയ്തു. സ്റ്റോപ്പ് ലോസ് എബോവ് ആ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ഹൈൻ്റെ മേലെ നമ്മൾ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്തു, അടുത്തൊരു ടാർഗറ്റ്, നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഈ ഒരു ലോ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ ഫൈനൽ ടാർഗറ്റ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, അടുത്തൊരു ഹവർലി കീ ലെവൽ എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ കാണാൻ പറ്റും 2 ടാർഗറ്റ് എന്ത് ചെയ്തു, പ്രൈസ് ഈസി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, റീച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന് മിസ്സായി നമുക്ക് ഈ ഒരു ട്രേഡ്. ഓക്കെ, ലൈക്ക് ഈ ഒരു ട്രേഡ് നമ്മൾ എടുത്തിട്ടില്ല, കാരണം ആ ഒരു മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ 9:30 ഓപ്പണിങ്ങിന് മുന്നെയാണ് ഇത് സംഭവിച്ചത്, അത് മിസ്സായി. സെക്കൻഡ് ട്രേഡ് നമുക്ക് ഈ ഒരു 8 AM ലോ എടുത്തു, പക്ഷേ നമുക്ക് എന്ത് കിട്ടിയില്ല, ഒരു റീടെസ്റ്റ് കൺഫർമേഷൻ കിട്ടിയില്ല. ഓക്കെ, മൂന്നാമത്തെ ട്രേഡാണ് നമുക്ക് എന്ത് ചെയ്തത്, ഇവിടെ കറക്റ്റായിട്ട് ഒരു എക്സിക്യൂഷൻ ആൻഡ് ടാർഗറ്റ് അച്ചീവ് ആയത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെറ്റപ്പ് ഫോം ചെയ്ത് ലൈക്ക് നമുക്കൊരു എൻട്രി മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്പിയർ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുപോലെ അതിൻ്റെ മാച്ചായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുക, ട്രേഡ് എടുക്കുക. ഓക്കെ, സോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കറക്റ്റ് ഒരു വിൻ സ്ട്രീക്കിലേക്ക് വരാൻ പറ്റും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം മിസ്സായി കഴിഞ്ഞാൽ നമ്മളവിടെ എന്താവും, ഒരു സ്റ്റക്കാവുന്ന രീതിയിലാവും. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കുക. കറക്റ്റ് സെറ്റപ്പ്സ് ഉണ്ടാവുന്ന മാത്രം എന്ത് ചെയ്യുക, ട്രേഡ്സുകൾ എടുക്കുക. ഓക്കെ, സോ എല്ലാവർക്കും ഈ ഒരു ബ്രേക്ക് ഡൗൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം, വീണ്ടും മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ആൾ.